വിമാനാപകടം, തീപിടുത്തം പോലെയുള്ള വലിയ ദുരന്തത്തിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ചില ആളുകളുണ്ട്. മരിച്ചു എന്ന് ഉറപ്പിച്ചതാണ്, പക്ഷേ എന്തോ ഒരു ദൈവാധീനം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ഇത്തരം ആളുകളിൽ നടത്തിയ ഒരു പഠനമുണ്ട്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇവരുമായി ചില പത്രപ്രവർത്തകർ ചെന്ന് ചോദിക്കുകയാണ്, ദൈവം നിങ്ങൾക്ക് രണ്ടാമതും നൽകിയിരിക്കുന്ന ഈ ജീവിതം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മാറ്റിവെക്കുന്നത്? അവരാരും പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ശിഷ്ടജീവിതം എൻ്റെ കമ്പനിയെ വികസിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കണം, ഏതാനും രാജ്യങ്ങൾ കൂടി സന്ദർശിക്കുവാനുണ്ട്, അതുകൂടി പൂർത്തിയാക്കണം, എൻ്റെ ബാങ്ക് ബാലൻസ് കൂട്ടണം. ഈ മറുപടിയല്ല അവരാരും പറഞ്ഞത്. മറിച്ച് എല്ലാവരും പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ബാക്കി സമയം എൻ്റെ സ്വന്തക്കാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി മാറ്റിവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തക്കാർക്ക് വേണ്ടി നാം മാറ്റിവെക്കുന്ന സമയം, ക്വാളിറ്റി ടൈം എന്നാണ് സൈക്കോളജി ഇതിനെ വിളിക്കുന്നത്. ഇതിനേക്കാൾ വാല്യൂ ഉള്ള ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാം കഴിഞ്ഞു മടങ്ങുമ്പോഴറിയാം, വീടാണ് ലോകം, വലിയ ലോകം. ഇതാണ് കവി നമ്മളോട് പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്യമുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യസിൽ റഹ്മഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ബന്ധങ്ങളെ ചേർക്കട്ടെ. ബന്ധം നാളെ പരലോകത്ത് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൻ വസലനി വസലഹുല്ലാ വമൻ ഖതഅനി ഖതഅഹുല്ലാ. ഞാനുമായുള്ളതിനെ അഥവാ ബന്ധത്തെ ചേർത്താൽ അവനെ അള്ളാഹു ചേർത്ത് വെക്കും, ബന്ധത്തെ മുറിച്ചവനെ അള്ളാഹു മുറിച്ചു മാറ്റും. നോക്കൂ നിങ്ങൾ, നമ്മുടെ സ്വന്തക്കാർക്ക് വേണ്ടി നാം മാറ്റിവെക്കുന്ന സമയം, അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വാല്യബിളായ കാര്യം. അതുകൊണ്ട് ക്വാളിറ്റി ടൈമിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സ്വന്തക്കാർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ തയ്യാറാവുക. ഇതാണ് നമുക്ക് നൽകുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തുഷ്ടി എന്ന് പറയുന്നത്.